വെൽക്കം ബാക്ക് ടു Arcanex. യെസ് മക്കളെ, അപ്പം നമ്മുടെ തേർഡ് അലോട്ട്മെന്റുമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ സർക്കുലർ ആയിട്ട് HS ക്യാപ്പിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു സർക്കുലർ ആയിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു. തേർഡ് അലോട്ട്മെന്റ് എന്ന് തുടങ്ങും, എന്നാണ് അവസാനിക്കുക എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിനൊക്കെ വിരാമമായിരിക്കുന്നു. 2026 ജൂൺ 29 രാവിലെ 11 മണി മുതൽ തേർഡ് അലോട്ട്മെന്റിന്റെ പ്രവേശനം ആരംഭിക്കും. അതിനർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മുതൽ ഏത് നിമിഷവും തേർഡ് അലോട്ട്മെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതിനുള്ള സമയം ജൂലൈ 3-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങളും ടൈമുകളും ഒക്കെ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങളുടെ സ്കൂളുകളിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾക്കുള്ള അവസാന സമയം എന്ന് പറയുന്നത് ജൂലൈ 3-ാം തീയതി വൈകിട്ട് 5 മണിയാണ്. മക്കൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും ഒക്കെ ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, തേർഡ് അലോട്ട്മെന്റിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കിട്ടിയ അതേ സ്കൂളിലാണെങ്കിലോ വേറെ ഏത് സ്കൂളിലാണെങ്കിലോ പെർമനന്റ് അഡ്മിഷൻ എടുത്തേ മതിയാവുള്ളൂ. നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഇനി തുടർന്നുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ ഒന്നും പങ്കെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസോ ഇല്ല. അതായത് ഒരു തവണ അലോട്ട്മെന്റിൽ പങ്കെടുത്ത് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു സപ്ലിമെന്ററിയിലും നിങ്ങളെ പരിഗണിക്കില്ല എന്ന് ഓർമ്മിക്കുക. സോ തീർച്ചയായിട്ടും ഏതെങ്കിലും അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെർമനന്റ് അഡ്മിഷൻ എടുക്കാനുള്ള സമയം ജൂലൈ 3 5 മണി വരെ മാത്രമാണ് ഓർമ്മിക്കുക. നിങ്ങൾ ഫീസ് അടിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറുകളിലൊക്കെ പങ്കെടുക്കാം, പക്ഷേ ഒരു കാരണവശാലും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. അതായത് ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മക്കൾ അവിടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തപ്പി നടക്കേണ്ട ആവശ്യം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാലേ. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു കാരണവശാലും സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് അഡ്മിഷൻ കിട്ടിയ കുട്ടിക്ക് പിന്നീട് ഒരു അവസരം ഉണ്ടാവില്ല. വൈകുന്നേരം ജൂലൈ 3-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് തന്നെ ഈ സ്കൂളിൽ പ്രവേശനം നേടിയിരിക്കണം എന്നുള്ളതാണ്. ഒരു തരത്തിലും ടെമ്പററി അഡ്മിഷൻ എന്നുള്ള ഓപ്ഷൻ ഇനി ഇല്ല എന്നുള്ള മക്കളെ മനസ്സിലാക്കുക. പെർമനന്റ് ആയിട്ട് എടുത്തോളാം. ഇനി സബ്ജക്ട് ട്രാൻസ്ഫർ ഒക്കെ വേണ്ടവർ, ഇപ്പം അലോട്ട്മെന്റ് കിട്ടി, കൊമേഴ്സ് ആണ് കിട്ടി, എനിക്ക് സയൻസ് വേണം, ഞാൻ വെയിറ്റ് ചെയ്യാ എന്ന് പറഞ്ഞ് അഡ്മിഷൻ എടുക്കാതിരിക്കരുത്. അവിടെ അഡ്മിഷൻ എടുക്കാം, നമുക്ക് ട്രാൻസ്ഫർ വരട്ടെ, അപ്പൊ നോക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെന്റുകൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് 2 മാസം കഴിഞ്ഞിട്ട് വരെ നിങ്ങൾക്ക് സ്കൂളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അതായത് ഒരു സബ്ജക്ട് കോമ്പിനേഷനും വേറെ സബ്ജക്ട് കോമ്പിനേഷനും, ഒരു സ്കൂളിൽ ഒരു സബ്ജക്ട് കോമ്പിനേഷനിൽ വേറൊരു സ്കൂളിൽ വേറെ സബ്ജക്ട് കോമ്പിനേഷനിലേക്കൊക്കെ മാറാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. യെസ് അല്ലേ? ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നിരിക്കും. സോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കുട്ടികൾക്കും കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പാലക്കാട് നിന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അപേക്ഷയിൽ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ഇഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ സാധിച്ചില്ല എന്നാണ്. നിങ്ങൾക്ക് സപ്ലിമെന്റ്, അതിനാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത അഡ്മിഷന്റെ പ്രശ്നം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്തോ കാരണം പറ്റിയില്ല, അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റിയില്ല, അവർക്കായിരിക്കാം. അലോട്ട്മെന്റിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്കോ നിങ്ങൾ കൊടുത്ത അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മാറ്റി അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ സപ്ലിമെന്ററിയിൽ ഉണ്ട് എന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത്. സോ നിങ്ങൾക്ക് സപ്ലിമെന്ററിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏതൊക്കെ സ്കൂളുകളിൽ എങ്ങനെയൊക്കെ വേക്കൻസീസ് ഉണ്ട് എന്നുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ വേക്കൻസി ലിസ്റ്റുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. സോ ബൈ.